कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ മനം മുന്തിയതോ വിഴി മുന്തിയതോ കരം മുന്തിയതോ எனவே ഉയർ സന്ധ്യ സൂടർ കുറുമ്പലൈ മോളെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം കേട്ടോ. ആദ്യമായിട്ട് എന്റെ മോള് ഈ വീട് വിട്ട് ഇത്രയും ദൂരത്തേക്ക്, അതും പട്ടണത്തിലേക്ക് പോകുന്നത്. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. നീ ശ്രദ്ധിക്കണേ മോളെ. എന്റെ അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല, അമ്മ പേടിക്കണ്ട. ലീവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാം. പാട്ട് ഭദ്രമായിട്ട് ചെല്ലാമോ? ഉനക്ക് നല്ലത് മട്ടുണ്ടേ വരെ. ആമ പാട്ടി പാട്ടി കവലപ്പെട വേണ, ഞാൻ പാത്തുக்கிறேன். സീന് ഇന്ന് ഫസ്റ്റ് ന്യൂസ് കൊറോണം വരുവളോടെ അളിയ. അതെ അതെ, കൊറോണം വരുന്നു. ബെസ്റ്റ്. ഇന്ന് ഈ സമയത്ത് അവൻ വേറെ എവിടെ പോവാനാ? കോളേജിന്റെ മുമ്പിൽ തന്നെ കാണും. ഇന്ന് പുതിയ ഇറക്കുമതികളൊക്കെ വരുന്നതല്ലേ. അവൻ ആരെയൊക്കെ വേണോന്ന് നോട്ട് ചെയ്യാൻ പോയേക്കുമായിരിക്കും. ഇവനെ കൊണ്ട് ഇവൻ കെട്ടുന്ന പെണ്ണ് തീർന്ന് അല്ലേ കളിയ? അതിനവൻ കെട്ടിയിട്ട് വേണ്ടേ? അവൻ ഇന്റർനാഷണൽ പ്ലേ ബോയ് അല്ലേടാ. சின்ன பையன் நீ கண்ண பையன் நான் சொன்ன செய்ய வாயில் வாழ வாய ஒல்லி பெல்லி ஜல்லி பெல்லி மல்லி மாசம் மல்லி பொம்மை நீ வெங்கல பெல்லி. രുദ്ര, എത്ര നേരം എല്ലാത്തിനും നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് വരുന്നില്ല നീ? എന്നെ ഹരം കൊള്ളിക്കുന്ന ഒരു ചരക്കിനെങ്കിലും കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാ. എവിടുന്ന്? എല്ലാം കണക്ക് തന്നെ. ഇതാരാണ് ഈ സാരി എടുത്തോണ്ട് വരുന്ന കോളേജില്? എന്തൊക്കെയാണല്ലോ ഒടുക്കത്തെ ലുക്കാണല്ലേടാ. എന്ത് ഭംഗിയാ പെണ്ണിനെ കാണാൻ. ഓ പിന്നെ അത്രയ്ക്കൊന്നുമില്ല, ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. നോ, അവളെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട്. ഇത്രയ്ക്കും ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഇത്രയും ഭംഗിയുള്ള പെണ്ണി ലോകത്തുണ്ടാകും തോന്നില്ല. വാവ്, ഷീസ് ഡൺ ക്രേസി. വാട്ട് എ ബോഡി. രുദ്ര വേണ്ടടാ, അതിനെ വിട്ടേക്ക്. അതിനെ കണ്ടിട്ട് തന്നെ ഇതൊരു പാവം പിടിച്ച പെണ്ണാന്ന് തോന്നുന്നു. വേണ്ടടാ, വല്ല പാവപ്പെട്ട വീട്ടിലായിരിക്കും. കണ്ടാ തന്നെ അറിഞ്ഞോടാ. ഫിഡാനോ? അവളുടെ ശരീരത്തിൽ കൂടെ എന്റെ വിരലുകൾ ഓടിക്കാൻ എനിക്ക് കുതിയാക്കുക. എനിക്ക് വേണമുള്ള നിങ്ങൾ വിട്ടോ, ഞാനിപ്പോ വരാം. ആ പെണ്ണിന്റെ കാര്യം തീരുമാനായി. വാടാ, നമുക്ക് പോകാം. അവന്റെ അടുത്ത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അവന്റെ ഈ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ട് ഒരു കാര്യമില്ല. വാവാ. ഇതിപ്പോ എങ്ങോട്ടേക്ക് പോകണ്ടേ? എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഈ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഫസ്റ്റ് ഇയർ ആണോ? ഞാനും മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റാ. നീ അങ്ങോട്ടേക്കാ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ പേര് മെർലിൻ. എന്താ തന്റെ പേര്? അതെയോ, ഞാൻ കുറെ നേരമായി നോയിക്കൊണ്ടിരിക്കുക. എന്റെ പേര് ധാര വിശ്വനാഥ്. ധാര, വാ നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ മറന്നു. ധാര, ഒരു 5 മിനിറ്റ്. ഞാൻ ഈ ഫോം ഒന്നുകൊണ്ട് ഓഫീസിൽ കൊടുത്തിട്ട് വരാം. താൻ ഇവിടെ വെയിറ്റ് ചെയ്യും. മെർലിൻ, താൻ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്കൊരു ഹെൽപ്പ് ചെയ്യും. എന്താ? എന്ത് ഹെൽപ്പ്? നീ ആ സാരി എടുത്ത പെണ്ണിനെ കണ്ടോ?
അവള് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് മയത്തിൽ നീ ഒന്ന് എത്തിക്കേ. വാവ്, ഇവിടെ കൊള്ളാലോ. അല്ല എടാ, പിന്നെ ഫസ്റ്റ് ഇയർ അല്ലേ, എന്തെങ്കിലും സീനാകുമോ? ഓ പിന്നെ എന്തോന്ന് സീനാടാ, അത് നമ്മുടെ കോളേജില്. നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യ്. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ, ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിക്കാം. എക്സ്ക്യൂസ് മീ, ഡോ തന്നെ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്നെയോ? ആ തന്നെ തന്നെ, ആ സ്റ്റോർ റൂം കണ്ടോ, ആ സൈഡിൽ നിൽക്കുന്നുണ്ട് ആ കുട്ടി. താനൊന്നും അങ്ങോട്ട് ചെല്ല. എന്നെ ആരന്വേഷിക്കാനാ? ഇനി മെർലിനായിരിക്കോ? അവൾ ഈ വഴിയല്ല പോയത്. ഇനി പാച്ചു നോക്കാം, ഇനി അവളാണെങ്കിലോ. ഇവളാരും കാണുന്നില്ലല്ലോ. ആരാ നിങ്ങൾ? എന്താ കാണിക്കുന്നത്? എന്റെ കൈവിട്. കടന്ന് പിടയ്ക്കാതടി, അവിടെ നിക്കാടെ. എനിക്ക് പോണം. ഞാൻ ചോദിക്കുന്ന മര്യാദക്ക് മറുപടി പറഞ്ഞ നിന്നെ ഞാൻ വിടാം. എന്താ നിന്റെ പേര്? ധാര വിശ്വനാഥ്. ചന്ദനത്തിന്റെ മണം. പ്ലീസ് എന്നെ വിട്ടേക്ക്, എനിക്ക് പോണം. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? എന്റെ അടുത്ത് വരുന്ന പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കാറില്ല. പക്ഷെ നിന്റെ മാൻപേട വിഴിയും വിറയ്ക്കുന്ന ചുണ്ടുകളും എനിക്കത് ഒരുപാട് ബോധിച്ചു. എന്ത് സെക്സിയാ നീ! എന്തൊക്കെ പറയുന്നു? നീ ഇപ്പൊ പൊക്കോ, നിന്നെ ഞാൻ എടുത്തോളാം. പിന്നെ ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞ ഈ രുദ്ര ആരാണെന്ന് നീ അറിയോ? നീ എവിടെ പോയിക്കായിരുന്നു? ഞാനടുത്ത് ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാനടുത്ത് ഇങ്ങനെ പോയിക്കാണോന്ന്? ഞാൻ അവിടെയൊക്കെ നോക്കി നിന്നെ. അത് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് ദാഹിച്ചപ്പോ. എന്ത് പറ്റി നിനക്ക്? നിന്റെ മുഖമൊക്കെ എന്താ വരാണ്ടിരിക്കുന്നേ? നീ കരഞ്ഞോ? എന്താ പറ്റി? ഇല്ല, എനിക്ക് ചെറിയൊരു തലവേദന, അതാ. അയ്യോ, പെട്ടെന്ന് എന്ത് പറ്റി തലവേദന? ചിലപ്പോ ഇത്ര യാത്രയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. നിനക്ക് മെഡിസിൻ എന്തെങ്കിലും വേണോ? വേണ്ട, എനിക്ക് മെഡിസിൻ ഒന്നും വേണ്ട. നമുക്ക് ക്ലാസ്സിൽ പോവാം. എന്താടാ രുദ്ര ഒരു കള്ളച്ചിരി? എന്താടാ ചൂണ്ടിയോ നീ അവളെ? അവളൊരു പിടയ്ക്കുന്ന വരാലാടാ. അവളെ മുഴുവനായിട്ട് കിട്ടാനേ കുറച്ച് ടൈം എടുക്കും. രുദ്ര, ആ കൊച്ചിനെ കണ്ടാ തന്നെ പാവം തോന്നുന്നുണ്ട്. വേണ്ടടാ, അതിനെ വിട്ടേക്ക്. നിനക്ക് എത്രയോ പെമ്പിള്ളേരുണ്ട് അവിടെ. നീ വിളിച്ചാൽ തന്നെ വരുന്ന എത്രയോ പേരുണ്ട്. വിട്ടേക്കടാ. പെണ്ണുങ്ങള് ഇത്രയും നാളും കണ്ടതുകളൊക്കെ ശവങ്ങളാ. ഇവളെ പെണ്ണ് ഒറ്റ കാഴ്ചയിൽ തന്നെ അവൾ എന്നെ മയക്കി കളഞ്ഞു. അവളെ എനിക്ക് വേണം. ఒల్లి బెల్లి జల్లి బెల్లి మల్లి మాస మల్లి బొమ్మని బెంగళ బెల్లి. അവനോട് പറഞ്ഞിട്ട് കാര്യം നിനക്കറിയില്ലേ? നീ വന്നേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, എവിടുന്നാ വരുന്നതൊക്കെ തിരക്കിയോ നീ? എനിക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം. നീ തിരക്കിയോ? പിന്നല്ല, അവളുടെ നാടും വീടും ഉൾപ്പെടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അവള് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റാ. അവളുടെ വീട് കാഞ്ചീപുരത്ത്. ഓ വാവ്, മതി മതി മതി, ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞാ മതി. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. വീട്ടില് അമ്മ, പാട്ടി, പിന്നെ അച്ഛൻ ചെറുപ്പത്തിലേ പോയി. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയും പാട്ടിയുക. നല്ല രസമായിരിക്കുമല്ലേ നിങ്ങളുടെ അവിടെ എല്ലാം? ഫുൾ അഗ്രഹാരവും ഹായ്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട് താരാ. അതിനെന്താ മെർലിൻ, നമുക്ക് ലീവുള്ള ഒരു ദിവസം നീ എന്റെ കൂടെ വന്നായിട്ടല്ലേ? നീ എവിടെ സ്റ്റേ ചെയ്യുന്നത്? ഹോസ്റ്റലിലാണോ? ഹോസ്റ്റലിലൊന്നും അല്ല മെർലിൻ, ഞാൻ ഒരു വീട് എടുത്തിട്ടുണ്ട്, അവിടെ നിൽക്കുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടോ? അതോ ഒറ്റയ്ക്കാണോ?
പേടിയില്ലേ നിനക്ക്? പേടിയില്ലേന്ന് ചോദിച്ചാ പേടിയുണ്ട്. പിന്നെ എനിക്ക് ഹോസ്റ്റൽ ഫുഡൊന്നും ഒട്ടും ശരിയാവില്ല. അതുമാത്രല്ല, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫീസ് തന്നെയാണ്. അവിടെ എന്തൊരു ഫീസാ. ഇപ്പോൾ ഞാൻ പുറത്തായതുകൊണ്ട് തന്നെ ഒറ്റക്കും കൂടെ നിൽക്കുന്നതുകൊണ്ട് റെന്റൊന്നും അധികം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തേക്ക് വന്നത്. അതല്ല താര, ഞാൻ നിന്റെ അടുത്ത് പറയാൻ മറന്നുപോയി. ഇവിടെ ഭയങ്കര റാഗിങ് നൈറ്റൊക്കെ. നമ്മുടെ കോളേജ് സീനിയേഴ്സും പുറത്തുനിന്ന് കോളേജിലുള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ശരിക്കും സൂക്ഷിച്ചു നിൽക്കണം. ഇവിടെ പുറത്ത് നിൽക്കുന്നതൊന്നും ഒട്ടും സേഫ് അല്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിലേക്ക് വാ. അതൊന്നും വേണ്ട മെർലിൻ, നീ പേടിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. എടാ മെർലിൻ, താൻ NSSന്റെ പേര് കൊടുത്തിട്ടല്ലേ? ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടോ മാം? NSSന്റെ പേര് കൊടുത്തവരെല്ലാരും അവരുടെ കൂടെ ഒന്ന് പറയണേ. ആദ്യം വരുന്നു. ധാരാ, നീ ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ശരി, നീ എനിക്ക് ചെല്ലേ. ഞാനെങ്കിൽ പോയിട്ട് വരാം. ഞാൻ വന്നിട്ട് വിളിക്കാം നിന്നെ. ശരി, നീ പോയിട്ട് വാ, വന്നിട്ട് വിളിക്കേ. ഞാനെങ്കിൽ പോയി കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഇങ്ങോട്ട് വാടി. പ്ലീസ്, എന്നെ ഒന്ന് ചെയ്യരുതേ. എന്നെ വിട്ടേക്ക് പ്ലീസ്. അട്ടങ്ങി നിക്കടി. ഞാനതിന് തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. അതിന് മുന്നേ നീ വിട്ടേക്കെന്ന് പറഞ്ഞ അതെങ്ങനെ ശരിയാവാനാ? പ്ലീസ്, എനിക്ക് പോണം. എന്നെ വിട്ട്, എനിക്ക് പോണം. ശരി, നിന്നെ ഞാൻ വിടാം. പക്ഷെ നിനക്ക് ഇവിടുന്ന് പോണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. എന്താ? റിമൂവ് യുവർ സ്കാർഫ്. എന്ത്? നിന്റെ ഷോള് മാറ്റാൻ. എന്തൊക്കെ പറയുന്നത്? നിങ്ങൾ എനിക്ക് പോണം. ഓ മൈ ഗോഡ്, എന്തൊരു ബോഡിയാടി നിന്റെ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പെട്ടക്കാണ്ട് നിക്കടി അവിടെ. വളച്ചിട്ടില്ലാണ്ട് കാര്യം പറയാം. എനിക്ക് നിന്നെ വേണം. വളച്ചിട്ടെടുക്കാൻ നോക്കിയ ഈ രുദ്ര ആരാണെന്ന് അറിയാം. കോളേജിലേ വരുവാ. എന്ത് പ്രോഗ്രാമാ ചെയ്യുന്നേ? ഡാൻസോ അതോ മൈമോ? നൈറ്റാണ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. രാവിലെ സോങ്സ് ഒക്കെ, നൈറ്റ് ഫുള്ള് ഡാൻസ്. അങ്ങനെയാ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പറയുന്നത്. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? നൈറ്റാണ് പ്രോഗ്രാംസ് ഒക്കെ? വാവ്, എങ്കിൽ ഇപ്രാവശ്യത്തെ കോളേജിലേക്ക് ഞാനില്ല. അതെന്താടാ? എനിക്കൊന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും പ്രോഗ്രാം സെറ്റാക്കാൻ നോക്ക്. ഇവൻ എന്താണ് ഇങ്ങനെ? ഇവൻ തന്നെയല്ലേ പറഞ്ഞ ഡാൻസ് ഒക്കെ നോക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇവന്റെ കാര്യം ഓരോ സമയത്ത് ഓരോ മൈൻഡ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വാ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നൈറ്റ് ഫുള്ള് പ്രോഗ്രാംസാ, ഡാൻസും മൈമും. വേറെ കോളേജിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ അവതരിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീ വരുന്നില്ലേ? ഇല്ല മെർലിൻ, നൈറ്റൊന്നും ഞാൻ വരുന്നില്ല. നീ എന്തായാലും പോയിട്ട് വാ. ജാസ്മിനും ടീംസ് ഒക്കെ ഉണ്ടല്ലോ, നീ എന്തായാലും അവളുമാരുടെ കൂടെ പോയിട്ടൊക്കെ വാ. എടി, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. നീ ഇങ്ങനെ ലേറ്റ് ആകുമെന്ന് ഓർത്ത് വരാണ്ടൊന്നും ഇരിക്കണ്ട. അതൊന്നും വേണ്ട മെർലിൻ, എനിക്ക് എന്താ വരാൻ തോന്നുന്നില്ല. അതുകൊണ്ടാ. നീ എന്തായാലും പോയിട്ടൊക്കെ വാ. എന്താ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഡാൻസ് ഒക്കെ ഇപ്പൊ തുടങ്ങൂടാ? നീ ഇങ്ങോട്ട് പോകുവോ? അതൊക്കെ ഉണ്ട്. ഇന്ന് എനിക്ക് ഇതിനേക്കാളും വലിയൊരു പ്രോഗ്രാം ഉണ്ട്. ഈ സമയത്ത് ഇനി മെർലിനാണോ? എന്നെ വിളിക്കാനെന്നാണ് വന്നോ നിങ്ങള്?
കൊണ്ട്. ഷേ, വീട്ടിലാദ്യമായിട്ട് വരുന്ന ആളോട് ഇങ്ങനെയാണോ പെരുമാറണ്ടേ? നിങ്ങൾ അതേ സമയത്ത് മര്യാദക്ക് ഇറങ്ങിപ്പോ. ഹായ്, ഇത് ധാരാ. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. അതിന് മുന്നേ ഇറങ്ങി പോവാൻ പറഞ്ഞ എങ്ങനാ? മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്ക്. ആഹാ, പൂച്ചക്കുട്ടി പുലിയായി മാറിയോ? ഐ ലൈക്ക് ഇറ്റ്. മര്യാദക്ക് പോയിക്കോ. എന്റെ അടുത്തേക്ക് വരരുത്. നിന്റെ അടുത്തേക്ക് വരുമ്പോഴേ നല്ല ചന്ദനത്തിന്റെ മണമാ. അതിനെ വട്ടുപിടിപ്പിക്കുവതാരാ? കോളേജ് വരാഞ്ഞേ? നീ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. എന്ത് പറ്റി നിനക്ക്? എനിക്ക് ചെറിയൊരു തലവേദന, അതാ. ഞാനങ്ങ് പേടിച്ചു പോയി. ഇന്നും കൂടെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ഡാളിയ, നിന്റെ മുഖത്തിനൊരു തിളക്കം? 2 ഡേ എവിടെ ഇരുന്ന്? എന്താടാ ഒരു കള്ളച്ചിരി? പറയടാ. ഈ വളഞ്ഞു തരാൻ പാടുള്ളതിനെ ഇങ്ങനെ മെരുക്കിയെടുക്കാൻ വല്ലാത്തൊരു സുഖം തന്നെയാണല്ലേ? നീ അവളെ ചൂണ്ടിയാ? പ്ലീസ് ഡാളിയ, ഇനി ഞാൻ നോക്കിക്കോട്ടെ അവളെ. നിന്റെ കാര്യം തന്നെ കഴിഞ്ഞില്ല. കൊന്നു കളയും തന്നെ നായിന്റെ മോനെ. നിന്റെ വേല വേണ്ട അവളുടെ അടുത്തേക്ക് മോനെ ചെന്ന. എനിക്ക് വേണം അവളെ. ഓക്കെ ഓക്കെ. പേനുണ്ടോ? നീ നല്ല അനുസരണയുള്ള കുട്ടിയാ. ഞാനോർത്ത് നീ ഇവിടെയൊക്കെ ഫുള്ള് പറഞ്ഞു കിടക്കുന്നു. ഗുഡ് ഗേൾ. എന്താടി നിന്റെ ദേഹത്തെന്റെ കൈ തൊട്ടപ്പോ നിനക്ക് പറ്റുന്നില്ല? നിന്റെ ഈ ശരീരത്തില് എത്ര അടയാളങ്ങൾ ഉണ്ടെന്ന് വരെ ഇപ്പൊ എനിക്കറിയാം. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂര നോക്കിട്ടില്ലേ? ഫുൾ കവർ ചെയ്തിട്ടില്ലേ? ആടിമല്ല, ഇപ്പൊ എല്ലാം നോക്കിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഓർമ്മ വന്നാൽ മതിയായിരുന്നു. അതൊക്കെ ഓർമ്മ വരും. നീ വാ. കുറെ നാളായിട്ട് നീ എക്സാമിന് പുറകെ ആയിരുന്നില്ലേ? നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നോക്ക്, ഒരു ആക്സിഡന്റ്. അവരെ ആരും നോക്കുന്ന കൂടെ ഇല്ല. നീ വണ്ടി നിർത്ത്. എക്സാം ഇപ്പൊ തന്നെ സമയം പോയി. അത് വണ്ടി നിർത്താൻ പറയും. നിങ്ങളാണല്ലോ അവരെ കൊണ്ടുവന്നത്? നിങ്ങൾ പേഷ്യന്റ് ആരാണ്? അത് ഡോക്ടർ ഞങ്ങളുടെ ആരുമല്ല. ഞങ്ങള് വന്ന വഴിക്ക് ആക്സിഡന്റ് ആയതാ. അപ്പൊ കണ്ടപ്പോ കൊണ്ടുവന്നതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ റെയർ ബ്ലഡ് ഗ്രൂപ്പാണ് അവരുടെ, O നെഗറ്റീവ്. അവരുടെ ബ്ലഡ് നന്നായിട്ട് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കലാണ് കാര്യം. ഡോക്ടർ, എന്റെ O നെഗറ്റീവ് ആണ്. ഞാൻ തരാം.
എന്റെ ധാര ഇനിയെങ്കിലും നീ ഒന്ന് വാ. അവർക്ക് എന്തെങ്കിലും ബ്ലഡ് ഒക്കെ കൊടുത്തില്ലേ? ഇപ്പൊ സെറ്റ് ആയി കാണും. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? എക്സാമും മുടങ്ങി, നീ വന്നേ. മെർലിൻ, എന്നാലും അവർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ലല്ലോ. എനിക്കിതൊന്നും മൈൻഡിൽ നിന്ന് പോകുന്നില്ലടി. അവര് നമ്മള് കാറി കയറ്റിയ ടൈമില് അവരെന്റെ കൈ മുറുകെ പിടിച്ചിട്ട് എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് അവരെ കാണുമ്പോ അമ്മയെ ഓർമ്മ വരുന്നടി. നീ ഇങ്ങനെ ഇമോഷണൽ ആയ എങ്ങനെയാ ധാര? നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റ്. പിന്നെ അമ്മയല്ലേ അത്? നിനക്കിനി നെക്സ്റ്റ് ഇയറിലെ എക്സാം എഴുതാൻ പറ്റൂ. അതിനെ പറ്റിയൊന്ന് ആലോചിക്കുന്നേ. നീ വന്നേ. എക്സ്ക്യൂസ് മീ, കുറച്ചു മുന്നേ ഒരു ആക്സിഡന്റ് കേസ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? കുറച്ച് മുന്നേ കൊണ്ടുവന്നതല്ലേ? മുകളിലാണ്, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയി കണ്ടോളൂ. അമ്മ എന്താണ് പറ്റിയത്? ഇതെന്താ ഇത്? തലയിലൊക്കെ കിട്ടും. എന്ത് സംഭവിച്ചത്? എന്റെ രുദ്ര, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോനെ. അമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇപ്പൊ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ നന്ദി എന്റെ അടുത്തല്ല പറയേണ്ടത്. തക്ക സമയത്ത് കൊണ്ടുവന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അവരെ ബ്ലഡ് കൊടുത്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയത്. നന്ദി അവരുടെ അടുത്ത് പറയൂ. ഡോക്ടർ, ആ കുട്ടികളെവിടെ? ഇങ്ങോട്ടൊന്ന് വിളിക്കുവോ? കുറച്ച് നന്ദി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 2 ഡേ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം. ടേക്ക് റെസ്റ്റ്. രുദ്ര, ആ പിള്ളേരെ വിളിക്കിങ്ങോട്ട്. എനിക്ക് ആ കുട്ടി ഇനിയും കാണണം. അവർ എന്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നിന്റെ മുമ്പിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ചോര വാർന്ന എന്റെ കൈ അവൾ മുറുക്കി പിടിച്ചപ്പോ എനിക്കെന്തോ മനോധൈര്യമായിരുന്നു. ചെല്ലുമോനെ, അവരെ വിളിക്കും. എനിക്ക് കാണുന്നവരെ. അമ്മ പുറത്തൊക്കെ ഞാൻ നോക്കി, അവിടെ ആരും കാണുന്നില്ല. ചിലപ്പോ അവരെന്നെ പോയി കാണും. അമ്മ വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. ഇപ്പോ അമ്മേനേക്കാൾ കൂടുതൽ കാണണമെന്ന് ആഗ്രഹം എനിക്ക് അവരെ. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മേനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ലായിരുന്നല്ലോ. രുദ്രനെ ഇങ്ങനെ കരയില്ലടാ. അമ്മയ്ക്കിപ്പോ ഒന്നും ഇല്ലല്ലോ. രുദ്ര, 2 ആഴ്ച നീ എവിടെയായിരുന്നടാ? അത് അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് ആയി. ഞാൻ പിന്നെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അതാ വരാഞ്ഞ്. എടാ, എന്നൊക്കെ നീ എന്താണ് ഞങ്ങളോട് പറയാഞ്ഞേ? ഞങ്ങളോർത്ത് നീ വല്ല ട്രിപ്പിനൊക്കെ പോയി എന്ന് പറഞ്ഞിരിക്കുമല്ലേ? നീ ഇടക്ക് അങ്ങനെ പോകുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഓർത്തതുമില്ല. എന്നിട്ടിപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എടാ, ഇപ്പൊ എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എടാ, ഞാനിപ്പോ വരാം കേട്ടോ. നിങ്ങളങ്ങോട്ട് ചെല്ലാം. എവിടെ പോയി? ഫസ്റ്റ് ഇയേഴ്സ് അവിടെ ക്ലാസ് ഒക്കെ എന്താ പറയുക അടച്ചിട്ടിരിക്കുന്നേ? ഞാനവനോട് പറയാൻ മറന്നുപോയി. നീ 2 ആഴ്ച വന്നില്ലായിരുന്നല്ലോ. അവർക്ക് ലീവാണ്. എന്തോ 4 ആഴ്ച എങ്ങാണ്ട് ലീവ്. വാട്ട്? 4 ആഴ്ചയോ? ഓ ഡാം ഇറ്റ്. നീ ഒന്നും അവളുടെ അഡ്രസ് കണ്ടുപിടിച്ചില്ലേ? അവളുടെ അഡ്രസ് പറ. എന്താടാ, അവളെ കാണാനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിനക്ക്? അവളില്ലെങ്കിൽ ഇപ്പൊ എന്താടാ? ഇങ്ങനെ എന്തോ പെൺപിള്ളേരുണ്ട് ഇവിടെ. നീ കുറെ വർത്താനം പോകാണ്ട് അഡ്രസ് പറയണം. നല്ല മഴ വരുന്നുണ്ട്. നീ പോയി കിടന്നേ. ഇനി നാളെ തയ്ക്കാൻ വന്ന്. നീ ചെല്ല, പോയി കിടന്നോ. ഇറങ്ങിപ്പോ ഇതിന്റെ മുറിന്ന്. മര്യാദക്ക് പൊക്കം ഇല്ലെങ്കിൽ ഞാൻ ബഹളം വെക്കും. എന്റെ അടുത്തേക്ക് പോയത്. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഉച്ച വെക്കും. ആഹാ, നീ ഒച്ച വയ്ക്കോ? നീ ഒച്ച വെച്ച ആളെ കൂട്ടിയോ? നീ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. പിന്നെ നിന്റെ വീട്ടുകാർക്കൊക്കെ തന്നെയാണ് നാണക്കേടാവുന്നേ. അത് വേണം.
എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ നിങ്ങൾക്ക്? 2 ആഴ്ചയായിട്ട് ഞാൻ പട്ടിണിയാ. എന്റെ മൈൻഡേ ശരിയല്ല. നീയായിട്ട് തന്ന അത്രയ്ക്കും സൗകര്യം അഥവാ ഞാനായിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടൈം ആവും. വേണ്ട, പ്ലീസ് എന്റെ അടുത്തേക്ക് വരരുത്. വേണ്ട. ഇപ്പോൾ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വാടി. എത്ര പെട്ടെന്നല്ലേ നിന്റെ കോഴ്സ് കഴിഞ്ഞത്? ഈ ഗ്രാജുവേഷന്റെ കൂടെ കഴിഞ്ഞ പിന്നെ നമുക്ക് കോളേജിൽ പോകണ്ടല്ലോ. ഓന്റെ അമ്മ ഒന്ന് വേഗം വാ. എത്ര നീയായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? ടൈമായി. രുദ്ര വാടാ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിളിക്കണല്ലോ എല്ലാരെ. അമ്മ ഇവിടെ ഇരുന്നാലല്ലോ. ഒരു 5 മിനിറ്റ് ഞാനിപ്പോ വരാം. അയ്യോ, അതാ മോളല്ലേ എന്നെ രക്ഷിച്ച മോളെ. മോളെ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല മോളെ. നീ തന്ന ജീവന്റെ തുടിപ്പുകളാ എന്റെ ഉള്ളിലുള്ളത്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അന്ന് രക്തത്തിൽ കുളിച്ചു കിടന്ന് എന്നെ ഒരാള് പോലും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ മോൾ മാത്ര എന്നെ വന്ന് രക്ഷിച്ചത്. ഇതിന് ഞാൻ എങ്ങനെയാ എന്റെ മോളോട് നന്ദി പറയുന്നേ? അയ്യോ ആന്റി, അങ്ങനെ ഒന്നും പറയാതെ. ആന്റി അല്ല മോളെ, അമ്മ എന്ന് വിളിച്ചാ മതി. എന്റെ മോൻ ഈ കോളേജിൽ കൂടെ പഠിക്കുന്നേ. അവന്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഇന്ന്. അതിന് വന്നതാ. അതെയോ? എന്നിട്ട് എവിടെ? ഏതാരാ? നിന്നെ ലേമ്മ വിളിക്കുന്നുണ്ട്. അയ്യോ, ഞാനത് മറന്നു. അമ്മ എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്, ഞാൻ പൊക്കോട്ടെ. മോളുടെ നമ്പർ തരുമോ അമ്മയ്ക്ക്? അതെന്താ അമ്മേ? ഇതാ എന്റെ നമ്പർ. ശരി മോളെ, അമ്മ ഇടക്ക് വിളിക്കാം. പിന്നെ അയ്യോ, മോളുടെ പേര് ഞാൻ ചോദിച്ചില്ല. എന്താ എന്റെ മോളുടെ പേര്? ധാര വിശ്വനാഥ്. അമ്മ എങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അമ്മയോട് അവിടെ നിക്കണല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേ? രുദ്ര, ഞാൻ പറഞ്ഞില്ലേ എന്നെ രക്ഷിച്ച കുട്ടിയുടെ കാര്യം. അവൾ ഈ കോളേജിലെ പഠിക്കുന്നേ. ഞാൻ ഇപ്പൊ കണ്ടു ആ കുട്ടിയെ. എന്ത്? ഈ കോളേജിലോ? ഏത് ഡിപ്പാർട്ട്മെന്റില്? അയ്യോ, ഡിപ്പാർട്ട്മെന്റ് ഏതൊന്നും ഞാൻ ചോദിച്ചില്ല. നീ വാ. ആ കുട്ടി എനിക്കൊന്ന് കാണണമായിരുന്നു അമ്മേ. അവളോട് ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. എന്തോ സെമിനാറോ ക്ലാസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാ പോയെ. അതിപ്പോ എന്തായാലും പോട്ടെ, നീ വാ. നീ കൊറേ നേരമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. നീ എന്തായിട്ടൊന്ന് ആലോചിക്കുന്നേ? വേറൊന്നുമല്ലമ്മേ, രുദ്രയുടെ കല്യാണക്കാരൻ തന്നെയാ. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിന് നമ്മൾ എത്ര വട്ടം അവനോട് പറഞ്ഞതാ, എത്ര കല്യാണാലോചന കൊണ്ടുവന്നവന് കാണിച്ചതാ. അവനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ അതിന്. ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ എന്നെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിച്ചൊരു കുട്ടി. ഞാൻ ഇന്നലെ അവളെ കണ്ടു, സംസാരിച്ചു അവളോട്. അവളുടെ നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊരു ചൈതന്യം അവൾക്ക്. അവളുടെ കാരുണ്യം മാത്രം മതി അവളെ മനസ്സിലാക്കാനായിട്ട്. എന്റെ മോൻ ഇതിന് നല്ല ബന്ധം ഇനി വരില്ലമ്മേ. നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞാലോ? നമുക്ക് ആലോചിക്കാമേ ഇത് എങ്ങനെയെങ്കിലും നടത്തണം. നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ശരി തന്നെ, ഇത് നല്ല ബന്ധം തന്നെയാ. പക്ഷെ അതിന് അവൻ സമ്മതിക്കണ്ടേ? അവനത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സമ്മതിക്കും, ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കുമേ. മോക്ക് കുറെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിൽ ശരിയാവുന്നില്ല. അറിയാലോ, ഞങ്ങൾക്ക് അവള് മാത്രമേ ഉള്ളൂ. പൊന്നു പോലെ നോക്കിക്കോളാം ഞാൻ അവളെ. ഞാൻ പറഞ്ഞില്ലേ എന്നെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ. ധാരാമളോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വരുമെന്നും എന്റെ മോന് വേണ്ടി അവൾ ആലോചിക്കുന്ന കാര്യമൊന്നും. എന്റെ മോൾ ഇന്ന് സന്തോഷമായി ഇരുന്നാൽ മതി എനിക്ക്. അവൾ ഈ ആഴ്ച എന്തായാലും വീട്ടിൽ വരുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും പറഞ്ഞിട്ട് വിളിക്കാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, നീ എന്താ ഒന്നും പറയാത്തെ? നല്ല ആൾക്കാരാടാ, നിനക്ക് പിന്നെ അവരറിയാലോ. ഇത് നമുക്ക് നോക്കിയാലോ? അമ്മ പ്ലീസ്, ദയവ് ചെയ്ത് എന്നോട് കല്യാണക്കാരത്തെ പറ്റി നിർബന്ധിക്കരുത്. ഞാനിപ്പോ ആ മാനസികാവസ്ഥയിലൊന്നും അല്ല. എനിക്ക് പറ്റില്ല ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കാനൊന്നും.
ഇനി എന്നോട് കല്യാണക്കാരും പറയരുതമ്മ. മോളെ അതൊക്കെ അങ്ങ് മാറിക്കോളും. ഇതെല്ലാ പെൺപിള്ളേർക്കും ഉള്ളതാ കല്യാണക്കാര്യം പറ്റി പറയുമ്പോഴൊക്കെ. നമ്മൾ ജനിച്ചു വളർന്ന വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് വരിക, അതൊക്കെ കുറച്ച് സമയം എടുക്കും. നീ ഇങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെയാ? എന്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മയൊക്കെ പറയുന്നേ? ഇല്ലമ്മ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എനിക്ക് പറ്റില്ല അതൊന്നും. മരിക്കുന്നതിന് മുന്നേ എനിക്ക് എന്റെ മോളുടെ വിവാഹം കാണണം. എതിരൊന്നും പറയല്ലേ ചെല്ലോ, നീ ഇതിന് സമ്മതിക്കും. പാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ, നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് സമ്മതിക്കടാ. കല്യാണം കഴിഞ്ഞാലും അവരെ പഠിപ്പിക്കാനും എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മയെ നിനക്കും അറിയാലോ, നല്ല അമ്മയല്ലേടാ. എന്നെ പോലെ തന്നെ എന്റെ മോളെ അവര് നോക്കും. അവന്റെ പൊന്നു മോളിനെ നീ സമ്മതിക്കേ? ഇതെന്തൊരു പരീക്ഷണമാണിത്. അവരോട് ഞാൻ എങ്ങനെ ഇപ്പൊ പറയാ? സമ്മതത്തോടു കൂടി അല്ലെങ്കിലും എന്റെ ശരീരം കാഴ്ചവെക്കപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ വേറൊരു പുരുഷനെ ചതിക്കുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? രുദ്ര, നീ എവിടെങ്കിലും പോകാൻ നിൽക്കുവാണോ? ആമേ, കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ചെറിയൊരു പ്രോബ്ലം, അങ്ങോട്ട് പോകാൻ നിൽക്കുമായിരുന്നു. എന്താമേ, അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. കല്യാണ കാര്യത്തെ കുറിച്ചല്ലാണ്ട് വേറെ എന്ത് വേണേലും അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാം. എനിക്ക് അതിനെ കുറിച്ച് നിന്നോട് സംസാരിക്കാനുള്ളൂ. അമ്മ പ്ലീസ്, എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് എത്ര വട്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. മോനെ രുദ്ര, നീ ഒന്ന് സമാധാനത്തോടെ കേൾക്ക്. ഇത്രയും നാൾ കൊണ്ടുവന്ന ആലോചന പോലെ അല്ലടാ. വേറെ ആരുമല്ല, അമ്മയെ രക്ഷിച്ച കുട്ടിയില്ലേ അവളാ. എന്നെ പൊന്നു കൊണ്ട് നോക്കുന്ന ഒരു പെണ്ണെ തന്നെയാടാ അമ്മ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നേ. എന്റെ മോൻ ഇതിന് സമ്മതിക്കണം. താ നോക്കിക്കേ, അവളുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. നീ നോക്കിക്കേ. അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സ് ഇതാരാ? ഇതാണോ അമ്മയെ രക്ഷിച്ച കുട്ടിയെന്ന് പറഞ്ഞത്? അതെ മോനെ, ഇവളാ എന്നെ രക്ഷിച്ചത്. ധാര നല്ല കുട്ടിയാ മോനെ. എന്റെ പൊന്നു മോൻ ഇതിനൊന്നും പറയരുത്. അല്ലമ്മേ, അതിന് അവളുടെ വീട്ടിൽ സമ്മതിച്ചു കല്യാണ കാര്യം? ഞങ്ങളന്ന് അവളുടെ വീട്ടിൽ പോയായിരുന്നു. ആ കുട്ടിക്കുള്ള അമ്മയും പാട്ടിയും പറയുന്നതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല എന്ന് അവരൊന്ന് പറഞ്ഞേ. അപ്പൊ തന്നെ മനസ്സിലാവില്ലേ അവളുടെ ഒരു ക്യാരക്ടർ? നീ ഇതിലൊന്നും പറയല്ലേ മോനെ, നീ നന്നായി ഒന്ന് ആലോചിക്കേ. ഓ എന്റെ ദൈവമേ, ധാര, നീയാണ് എന്റെ അമ്മയെ. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊക്കെയാ അവളോട് ചെയ്ത്? എനിക്ക് അവളോട് പ്രായശ്ചിത്തം ചെയ്യണം. അമ്മ, I'm ready for this marriage. രുദ്ര മോനെ, അമ്മയ്ക്ക് സന്തോഷായടാ. അമ്മയ്ക്ക് അറിയായിരുന്നു ഇതാണ് എന്റെ പൊന്നു മോൻ സമ്മതിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയട്ടെ അവരോട്. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇയാളാണ് ഈ അമ്മയുടെ മോൻ. ദൈവമേ, നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. അവൾക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലായിരുന്നു. ഒരു വശത്ത് തനിക്ക് വേണ്ടപ്പെട്ടവരുടെ അതിയായ സന്തോഷം, മറുവശത്ത് താൻ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന വ്യക്തി. ആ അഗ്നിയെ സാക്ഷിയാക്കി അവൻ അവളുടെ കഴുത്തിൽ താലി അണിയിച്ചു.
ധാര ധാര നിക്ക്. ശ്ശേ, വിട്, തൊട്ട് പോകരുതന്നെ നിങ്ങൾ. നിങ്ങളായിരുന്നു അമ്മയുടെ മോൻ. ഓ, ഇത് നിങ്ങളുടെ പ്ലാൻ ആയിരിക്കും അല്ലേ? അല്ല അല്ല ധാര, അങ്ങനെയൊന്നും അല്ല. ധാര നിക്ക്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. നീയാണ് എന്റെ അമ്മയെ രക്ഷിച്ചതെന്നൊന്നും. സോറി ധാര, അമ്മ എന്നങ്ങനെ പറഞ്ഞപ്പോ എനിക്കെന്താ എനിക്കൊന്നും ധാര, സോറി. സോറിയോ? നിങ്ങൾക്ക് അതെന്റെ മുഖത്ത് നോക്കി പറയാൻ അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധാര, എനിക്കറിയാം ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ നിന്നോട് ചെയ്തത്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി ധാര. എത്ര ക്ഷമ ചോദിച്ചാലും അത് മാറില്ലെന്നും എനിക്കറിയാം. എന്നാലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ മനസ്സിൽ തൊട്ട് പറയുക, ഐ എം റിയലി സോറി. എന്റെ അടുത്ത് പോലും വരരുതിരി. നിങ്ങളൊരു ക്രൂരനാണ്. വാതിലടഞ്ഞൊരു സുഖമേ, ഇനി നിൻ മുഖമെങ്ങനെ കാണും? ദൂരെ മറഞ്ഞൊരു കുയിലേ, ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും? നീ പെയ്തു തീരാത്ത മഴയോ, നീ എന്നെ അറിയാത്ത പുഴയോ, നീ എന്ന് ചേരുമെൻ പ്രളയക്കടലിൽ. പകലിൻ കൂടൊഴിഞ്ഞു പോകും സന്ധ്യേ, പറയാൻ നീ മറന്നതെന്തേ സ്നേഹം? പിൻവിളി കേൾക്കാതെ പിരിയുകയാണോ നീ? പൊന്നേകം ഇരുളുകയാണകലേ, ഞാനോ പിടയുകയാണിവിടെ. സോറി ധാര, ഞാനൊരു ക്രൂരനാ ധാര. എന്നെ അങ്ങോട്ട് കൊന്നേക്ക് ധാര. ഐ ലവ് യു. ആകാശം പോലെ അകലെ അരികത്ത് നീ എന്താണ് ഇത്രയും ലേറ്റ് ആയേ? വാ, ഫുഡ് എടുത്തിട്ടുണ്ട്, പോയി കഴിക്കേ. കുറച്ച് വർക്കുണ്ടായിരുന്നു. ധാര എവിടെ അമ്മേ? അവക്ക് ഫുഡ് വേണ്ടാന്ന് ഞാൻ കൊറേ വിളിച്ച് വന്നില്ല. നീ ഒന്ന് പോയി വിളിച്ചു നോക്ക്. ധാര, സിന്നഞ്ചിര് രഹസ്യമേ, സിന്നഞ്ചിര് രഹസ്യമേ, സിന്നഞ്ചിര് അതിശയമേ. നീ എന്താ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നേ? എന്തു പറ്റി? മുഖമൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നത് നിന്റെ? ഞാൻ എന്റെ എല്ലാ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടോ? നിങ്ങൾ ആരാ അതിന് എന്റെ സുഖവിവരം അന്വേഷിക്കാനായിട്ട്? ഞാൻ നിന്റെ ആരുമല്ല, പോരെ. പക്ഷെ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന എങ്ങനാ? എന്താ നിനക്ക് വയറുവേദന ഉണ്ടോ? പീരീഡ്സ് ആണോ നിനക്ക്? ഒന്ന് പറ ധാര. ഒന്ന് പോയി തരുമോ നിങ്ങള്? കുറച്ച് സമാധാനത എനിക്ക്. ധാര, എഴുന്നേക്ക്. ഇത് കഴിക്കുന്നേ. എന്താ ഇതൊക്കെ? എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോ. എന്നോടുള്ള ദേഷ്യം എന്തിനാ ധാര നീ ഫുഡിനോട് ഇങ്ങനെ കാണിക്കുന്നേ? കഴിക്കെടുത്ത്. നിങ്ങളൊന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി, ഞാൻ പോയേക്കാം. പക്ഷെ നീ ഇത് കഴിക്കാണ്ട് ഞാൻ എന്റെ അടുത്തുനിന്ന് പോകുന്നു വിചാരിക്കണ്ട. ഇത് കഴിക്കേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും.
ഇന്നാ ഈ ഹോട്ട് ബാഗും വെക്കുക, കുറച്ച് ആശ്വാസം ഉണ്ടാവും വയറുവേദന. നിനക്ക് പോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ ഇനിയെങ്കിലും? 2 വർഷമായില്ലേ? സോറി ധാര. എനിക്ക് പോണം. ധാര, ഐ നോ ഐ വാസ് റോങ്. പണ്ടത്തെ ഞാനല്ല ഇപ്പൊ നിന്റെ മുമ്പിലുള്ളത്. എന്നോടൊന്ന് ക്ഷമിക്കടി. എനിക്ക് പറ്റുന്നില്ലടി. എനിക്കിപ്പോ എല്ലാ ഫീലിങ്സും മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ 2 വർഷം നീ എനിക്ക് ശിക്ഷ തന്നില്ലേ? മതിയടി, എനിക്ക് പറ്റുന്നില്ല ധാര, പ്ലീസ്. ശരിക്കും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിലെ അസുരനെ ദൈവനാക്കി മാറ്റിയത് നീയല്ലേ? ഒന്ന് ക്ഷമിച്ചൂടെ എന്നോട് ധാര? പ്ലീസ് പ്ലീസ് എന്നെ വിട്ട് പോകല്ലേ ധാര. പ്ലീസ് ഫോർഗിവ് മീ. എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം. പ്ലീസ് ധാര. ഇനി നിങ്ങളെന്നെ ചതിക്കോ? ഒരിക്കലുമില്ല. നിന്നില് ഞാനിപ്പോ എന്നെ കാണുന്നു ധാര. ഐ റിയലി ലവ് യു ധാര. ഇനി നിന്റെ അനുവാദം ഇല്ലാണ്ട് നിന്റെ ശരീരത്തെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല. എന്നോട് ക്ഷമിക്ക ധാര. ഞാനേ വരയ്க்கிறேன். നാനേ വരുகிறேன்.